ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കന്തിലാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സെൽഫായിട്ടും ചീപ്പായിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് യാത്രാ ചെലവ് നല്ല ചീപ്പാണ്. നമുക്കിവിടെ നാട്ടിലെ 10 രൂപയുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് യാത്രാ ചെലവായിട്ട് വന്നത് നമ്മുടെ നാട്ടിലെ വെറും 100 രൂപയ്ക്കും താഴെയാണ്. ഗൈസ്, അപ്പോൾ ഇവിടെ വന്നാൽ താഷ്കന്ത് വന്നാൽ മെയിനായിട്ട് കാണാൻ പറ്റുന്ന 4 സ്ഥലങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് പേര് കറക്റ്റ് അറിഞ്ഞൂടെ. ചേട്ടാ, പേരെവിടെ പോയി? ഒരു മിനിറ്റ് എപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ കിട്ടും. ഒന്ന് ആമിർ തിമൂർ മ്യൂസിയം. എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന നേരം ഒന്നും കൂടെ പഠിക്കും. ഓക്കെ, ഓഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ പഠിക്കും. ആ സമയത്ത് പറഞ്ഞുതരാം. പിന്നെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ, പിന്നെ ചോർജ് ബസാർ, പിന്നെ കാസ്റ്റിമാം കോംപ്ലക്സ്. ഈ 4 സ്ഥലങ്ങളാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്താ പറയുക, എൻ്റെ മെയിൻ ആവശ്യം എന്താ, ഫോട്ടോ എടുക്കുക. എൻ്റെ നല്ല ഈ ട്രാവൽ ചെയ്യാൻ വീഡിയോ കാണുന്ന പോലെ ഏകദേശം ഒരു 90% ആൾക്കാർ ആഗ്രഹം തന്നെ. ഇതിനെപ്പറ്റി കുറേ പഠിക്കാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. മെയിനായിട്ട് ഫോട്ടോ എടുക്കുക, അതിന് ശേഷം നമുക്ക് പഠിക്കാം, നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ്? പ്രത്യേകിച്ച് നമ്മൾ ചൈന നോക്കും, പിന്നെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിൽ ഇവർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 രാജ്യമാണ്: അമേരിക്ക, അതുപോലെ റഷ്യ, പിന്നെ ചൈന. അപ്പോൾ ചൈന, റഷ്യയാണ് ഏറ്റവും കൂടുതലുള്ളത്. അമേരിക്ക എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷെവർലെറ്റ് കാറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു ഉസ്മോട്ടോസ് എന്ന് പറയുന്ന, മുമ്പ് അത് MG മോട്ടോഴ്സ് ആയിരുന്നു, ഇപ്പോൾ അത് ഉസ്മോട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ കാറുകൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ ഇതിന് നിർമ്മാണ ചെലവുണ്ട്, ഇതില്ല, ഇറക്കുമതില്ല, ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. അതൊരു പ്ലസ് പോയിൻ്റാണ്. പ്രൈസ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ ഷെവർലെൻ്റെ ഒരുപാട് കാറുകൾ ഉണ്ട്. മറ്റുള്ള കാറുകളില്ല എന്നല്ല കേട്ടോ. അപ്പോൾ BYD കുറേ വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഹോണ്ടായിൻ്റെ ഏതൊന്ന് കണ്ടിട്ടുണ്ട്, ഹുണ്ടായി. പക്ഷേ ഹുണ്ടായി ഒക്കെ വാങ്ങുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ ഷെവർലെൻ്റെ ഒരു അടിപൊളി കാറ് വാങ്ങാം. നമ്മുടെ ക്യാമറ ഇല്ലേ, മറ്റേ വലിയ കാറ്, ആവാൻ പറ്റും. ഞാനിപ്പോൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അല്ല, 1.95 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ മെട്രോ സ്റ്റേഷനിലേക്ക്. ഞാനിങ്ങനെ നടക്കുകയാണ്. ജാക്കറ്റ് ഇട്ട് പോരി വെയിലെത്തി. എൻ്റെ അമ്മ, ഇതൊക്കെ വീഡിയോ കിട്ടാൻ വേണ്ടി എടുക്കുകയല്ല കേട്ടോ, ട്രാവൽ ഹിസ്റ്ററി. ഞാൻ വന്നിക്കുന്നൊരു ഇത് വേണ്ടേ, എനിക്ക് തന്നെ ഒരു തൃപ്തി വേണ്ടേ, അപ്പോൾ അതിന് ഫോട്ടോ എടുത്തേ പറ്റൂ. ഞാനിങ്ങനെ 35 മിനിറ്റ് കൊണ്ട് 2 കിലോമീറ്റർ നടന്ന് ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ 2 കിലോമീറ്റർ നടന്നാൽ ഞാൻ നല്ലോണം ടയേർഡ് ആവാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ബസ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടുത്തെ ബസ് അവൈലബിലിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബസ്സും അടിപൊളിയാണ്, അതുപോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും അടിപൊളിയാണ്. ജസ്റ്റ് നമ്മുടെ നാട്ടിലെ 10-11 രൂപയുടെ അടുത്ത് മാത്രമേ നമുക്ക് ചാർജ് വരുന്നുള്ളൂ എങ്ങോട്ട് യാത്ര ചെയ്താലും. അപ്പോൾ ഈ ബസ് എവിടെ വരും, എങ്ങനെ വരും എന്നൊക്കെ നമുക്ക് യെൻഡെക്സ് മാപ്പ് നോക്കി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കസാഖിസ്ഥാനിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം സിസ്റ്റമാണ് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലും താഷ്കന്തിലും ഉള്ളത്. അപ്പോൾ ഇതാണ് ആമിർ തിമൂർ. ഇതാണോ മൂപ്പർ തന്നെ ആമിർ തിമൂർ, ആ കുതിരപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു പോകാൻ, അപ്പോൾ ഏതോ ഒരുത്തൻ്റെ ചുമ്മാ ഫോട്ടോ എടുത്താൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പോയി അവനോട് ഫോട്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു 30,000 പറഞ്ഞു ഫസ്റ്റ്. ഞാൻ പറഞ്ഞു 30,000 വേണ്ട, വാട്സപ്പ് ചെയ്യും, ഞാൻ 5,000 തരാറുണ്ട്. അപ്പോൾ ഓൻ ആദ്യം പറഞ്ഞാൽ പറ്റൂല, അങ്ങനെയാണ്. പിന്നെ അവൻ പറഞ്ഞു ഓക്കെ എന്നാൽ ആയിക്കോട്ടെ, 5,000 ഓൻ തരാറുണ്ട്, ഫോട്ടോ തരാറുണ്ട്. ഞാൻ പിന്നെ 2,000 കൂടി കൂട്ടി 7,000 കൊടുത്ത്. നമ്മളെ നാട്ടിൽ ഏകദേശം എത്ര രൂപ അറിയോ? ഏകദേശം ഒരു 45 രൂപ ആയില്ലോ. ഒന്നുമില്ല, വെറുതെ നിൽക്കുമ്പോൾ ഫോട്ടോ എടുത്തു, എന്നിട്ട് നമ്മൾക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്കിവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലായിരുന്നു. വെറുതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൗണ്ട് അടിച്ചു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നേരെ ഇവിടുന്ന് പോയിട്ടോ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. സമയം എത്തുമെന്ന് അറിയില്ല, നല്ല നേരം. അപ്പോൾ ഇവിടേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് 10 രൂപ എവിടെ നിന്നാണെങ്കിലും ഇങ്ങോട്ട് മെട്രോ കയറുക, ഓക്കെ, അല്ല ബസ് കയറുക. ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 6:40 എനിക്ക് റൂമിലേക്ക് എത്താൻ പറ്റില്ല. അതിനെക്കൊണ്ട് ഞാൻ ഒരു ഹോട്ടലിലേക്ക് വന്നാൽ കേട്ടോ. ഇവിടുന്ന് നോമ്പ് തുറക്കാം.
ബലീനുള്ളൊരു സെറ്റ് വരും, പൈസ കൊടുത്താൽ മതി. എല്ലാവരും നല്ലോണം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നോമ്പ് തുറക്കാനുള്ള കാരക്കയും വെള്ളവും ഫ്രീ ആണ്. ബാക്കി ഒരു ബ്രെഡും ഈ സാലഡും ഫ്രീ ആണ്. ഇത് നമ്മൾ പൈസ കൊടുത്ത് വേണം. 28,000 സോമായി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 160 180 രൂപ അത്ര. ഇന്ന് സെക്കൻഡ് ഡേ കേട്ടോ. ഞാനിന്ന് മെയിനായിട്ട് പള്ളിയിൽ തന്നെയാണ് പോകാൻ നോക്കുന്നത്. ഇവിടെ ഉള്ള ഒരു ഫേമസ് പള്ളിയില്ലേ അങ്ങോട്ട്. ഇവിടുത്തെ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ലേ. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു ബസ് കാർഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് നാട്ടിലെ, ഇതിപ്പോൾ എൻ്റെ നാട്ടിലെ HDFCൻ്റെ കാർഡാണ്. ഞാൻ അപ്പോൾ അത് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ടേ ഉള്ളൂ. നമ്പറും അടിക്കേണ്ട, വേറെ ഒന്നും അടിക്കേണ്ട. ജസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു 10-11 രൂപ കട്ടാവും, അത്രയേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആട്ടോ വിസിറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇന്ന് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാണ്. ഇവിടുന്ന് പോവാണ്, അസർബൈജാനിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. നമ്മുടെ ലാസ്റ്റ് സ്ഥലമാണ് ഹസ്രത്ത് ഇമാം. ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു മെയിൻ ലാൻഡ്മാർക്കാണിത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ വന്നാൽ ആൾക്കാർ ഫസ്റ്റ് പോവുക ഇവിടെ താജ്മഹലല്ലേ, അതുപോലെ ഉസ്ബെക്കിസ്ഥാനിൽ വന്നാൽ ഫസ്റ്റ് പോകേണ്ട സ്ഥലമാണ് ഈ ഒരു പള്ളി. ഓക്കെ, ഇവിടുത്തെ വേറൊരു സംഭവം എനിക്കറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എക്സ്ട്രാ വോയിസ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പഠിക്കും ഇതിനെപ്പറ്റി, എന്നിട്ടാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കാര്യം പറയാം. അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ജോർജ് മാർക്കറ്റ് ഞാൻ പോയില്ല, കാര്യം ഞാൻ പോയി പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് റഷായിരുന്നു. അതെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഗൈഡിൻ്റെ സഹായത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഗൈഡിൻ്റെ കൂടെയാണ് വരുന്നത്. കാര്യം ഒന്നാമത് നമുക്ക് സർവൈവ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണത്. സർവൈവിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഗൈഡാകുമ്പോൾ ഗൈഡ് എല്ലാ കാര്യങ്ങളും നോക്കിയോളും. പക്ഷേ ഞാനിപ്പോൾ വന്നത് കംപ്ലീറ്റ് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ ഈ 4 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് എനിക്ക് മൊത്തം കോസ്റ്റ് വന്നത് ഏകദേശം ഒരു 100 രൂപ, ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. വെറും 100 രൂപ അത്രേ വന്നിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ താഷ്കന്തിലെത്തിയിട്ട് നിങ്ങൾ ഒരു ഡെസ്റ്റിനേഷനിൽ ഏത് ഡെസ്റ്റിനേഷനിലോട്ട് പോയാലും 16 കിലോമീറ്റർ ആണെങ്കിലും 20 കിലോമീറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് 10-11 രൂപയെ ചാർജ് വരുന്നുള്ളൂ. 1 കിലോമീറ്റർ ആണെങ്കിലും കേട്ടോ. ഏകദേശം 1200 സോമേ കോസ്റ്റ് വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയ സമയത്ത് എനിക്ക് കുറച്ച് കോസ്റ്റ് വന്നു. പിന്നെ നമുക്ക് യെൻഡെക്സ് മാപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും കറക്റ്റ് കാണാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. പിന്നെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ടാവും കേട്ടോ. കാര്യം ബസ് സ്റ്റേഷനിലോട്ടും മെട്രോ സ്റ്റേഷനിലോട്ടും ആയി കുറച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കണം. പിന്നെ ടൂറ് ഗൈഡ് വേണ്ടവർക്ക് അങ്ങനെ എടുത്ത് പോവാം, അതാകുമ്പോൾ കുറച്ചും കൂടെ സേഫാണ്. അല്ലാത്തവർക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാം. ഒറ്റയ്ക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, എൻ്റെ കൂടെ വേറെ ആരുമില്ല. സോളോ ട്രാവൽ അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ ഒരു സുഖം ഉണ്ടാവില്ല എന്നൊക്കെ ആരൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതേ ശരിയാവും. ഗ്രൂപ്പായിട്ട് പോയാൽ എനിക്ക് തീരെ ഒരു നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ബസ്സാകില്ല. കാര്യം എന്തോ ഒരു മൈനസ് അടിക്കും എനിക്ക് നല്ലോണം. കാര്യം കുറേ ആൾക്കാർ വേറെന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഒന്നാമത്. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് തോന്നിയ പോലെ എന്ത് ഫുഡ് ഏത് നേരം വേണമെങ്കിലും കഴിക്കാം, ഏത് ഹോസ്റ്റൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എക്സ്പെൻസീവ് ആവാം, ചീപ്പാവാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും അധികം ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആവുകയൊക്കെ ചെയ്താൽ കൂടെയുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അവരും കൂടെ വാങ്ങുമല്ലോ. ചീപ്പാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ലോക്കൽ ഹോസ്റ്റലൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷേ ഇത് ഓക്കെയാണ്. ഇപ്പോൾ നിസ്കാരം ഉണ്ടെന്ന് തോന്നിട്ടോ. നിസ്കരിച്ച് ഇവിടെ നിന്ന് പോകാം. ജമ്മും കേസറുവാക്കുന്നത് ഞാൻ ഒരുവട്ടം പറഞ്ഞു തന്നല്ലേ കാര്യം. പിന്നെ ഞാൻ അങ്ങനെ പറയല്ല, ഇവിടുത്തെ വെള്ളക്കാർക്ക് പൊതുവേ അഹങ്കാരം കുറവാണ്. പക്ഷേ കസാക്കിസ്ഥാനിൽ എനിക്കത് കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ മാത്രമാണ് അവിടെ ബ്രൗൺ ആയിട്ടുള്ളത്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാർ. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു അലസുണ്ട്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡും അതുപോലെ ക്യാമറയും ഫോണും എല്ലാം കൂടെ മുമ്പിൽ എടുത്ത് വെച്ചാലേ അവർക്കൊരു വാല്യൂ ഉണ്ടാവും. പിന്നെ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലെത്തിയപ്പോൾ എനിക്ക് അത് തീരെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെയും കുറേയൊക്കെ വെള്ളക്കാരാണ്, പക്ഷേ അവർക്ക് നമ്മളോട് അത്ര വലിയൊരു ഇതൊന്നുമില്ല. കസാക്കിസ്ഥാനിൽ എനിക്കത് കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില യൂറോപ്യൻസിൻ്റെ ഇടയിൽ നിന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളെന്ന് പറയുമ്പോൾ അവർക്ക് അത്ര ഒരു ഇത് ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഈ കസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലൊക്കെ മെയിനായിട്ട് കണ്ടൊരു സംഭവമാണ് ഇവിടെ പള്ളി കയറി ഉളു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാര്യം അതാണ് പള്ളി.
ഉദു എടുക്കാൻ നമ്മൾ പുറത്തെവിടെയോ പോകണം. എന്നിട്ട് ഷൂട്ട് വരുന്നവരാണെങ്കിൽ പെട്ടു. കാര്യം കാല് കഴുകിയിട്ട് പിന്നെ ആ ഷോക്സ് ഇടണം. എന്നിട്ട് വേണം നമ്മൾ പള്ളിയിലേക്ക് പിന്നെ തിരിച്ചു വരാൻ. അല്ലെങ്കിൽ പിന്നെ അതായത് ചെരുപ്പില്ലാതെ പള്ളിയിലേക്ക് കയറാനും പറ്റൂല. നമ്മുടെ നാട്ടിലാണെങ്കിൽ പള്ളിക്കകത്തു നിന്ന് തന്നെ കാര്യം കഴുകിയൊക്കെ കീഴുക, പ്രശ്നമൊന്നുമില്ല. ഇതൊരു മൈനസായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇവർക്ക് ഇത് പ്ലസ് ആയിരിക്കും, എന്തെങ്കിലും അതിൻ്റെ ഇതുണ്ട് കാണിക്കുന്നുണ്ടാവും അവർ. ഇതുണ്ടോ, ഞാൻ മാപ്പ് നോക്കി, മാപ്പല്ല ഈ ഒരു ആരോ നോക്കി 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 വന്നതാണ് ഇവിടുത്തെ റ്റോളം. എൻ്റെ അമ്മോ, ഇതിനിവിടെ പറയുക എരക്കാക്ലാർ എന്നാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലേടാ ഹൗലാടാ അല്ലേ നമ്മൾ വയ്ക്കുക. ഇപ്പം ഞാൻ നിസ്കരിക്കാൻ പോവാണ്. ഉദു എടുത്ത് കഴിഞ്ഞു. പള്ളിക്കകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വല്ല നിസ്കരിക്കാവുന്നല്ല, കാണാവുന്നില്ല ഫോട്ടോ എടുക്കാൻ. പള്ളിൻ്റെ അകത്ത് നിന്നൊക്കെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മറിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നോളജിലേക്ക് വന്ന് ഇങ്ങനെയല്ല എന്ന് തോന്നുന്നു. പക്ഷേ പള്ളിക്കകത്ത് കയറാൻ പറ്റില്ല. അല്ലാതൊക്കെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട് കുറേ. നമ്മളെക്കാണ് മുമ്പ് ഇസ്ലാം വന്ന സ്ഥലം. അപ്പോൾ നോമ്പ് തുറ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ്. ഇനി ഞാൻ നോമ്പ് നോൽക്കുമ്പോൾ കഴിക്കുന്ന സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. ഇന്ന് ഞാൻ കഴിക്കുന്നത് ഈ ഒരു സംഭവം കേട്ടോ. ഇതൊരു ടൈപ്പ് ഓഫ് ടർക്കിഷ് ഡിഷാണ്, ഒരു ടൈപ്പ് ഓഫ് ഡോണറാണ്. കണ്ടില്ലേ, അതിൻ്റെ സൈസ് കണ്ടില്ലേ, ഇത്രയുണ്ട് കഴിക്കാൻ. അടിപൊളിയായിട്ടാണ്.